എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്ന ഒരു വീഡിയോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ UAE ഇപ്പോൾ ജോബ് അവൈലബിൾ ആണോ അല്ലെങ്കിൽ വേക്കൻസി അവൈലബിൾ ആണോ എന്നുള്ളതിനെ കുറിച്ചാണ്. അവൈലബിൾ ആണെങ്കിൽ തന്നെ എങ്ങനെയാണ് നമ്മൾ അവിടേക്ക് പോവുക, അവിടെ പോയിട്ട് എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത് എന്നതിനെ പറ്റി ചെറിയൊരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും കൺഫ്യൂഷൻ ഉണ്ടാവും, ഇപ്പോൾ യുദ്ധമൊക്കെ കഴിഞ്ഞതിന് ശേഷം അവിടെ വേക്കൻസി ഉണ്ടാവില്ല, അവിടെ പോയിട്ട് കാര്യമില്ല എന്നൊക്കെ. അപ്പോൾ അതൊക്കെ വെറുതെ, അവിടെ പോയിട്ട് കാര്യമുണ്ട്. വേക്കൻസി വരുന്നത് ഞാൻ കാണുന്നതാണ് ഡെയിലി. ഞാൻ ഈ വേക്കൻസിയുടെ ഒരു ഗ്രൂപ്പ് നിങ്ങൾക്ക് താഴെ മെൻഷൻ ചെയ്തിട്ട് ജസ്റ്റ് അതിൻ്റെ കോൺടാക്ട് നമ്പർ കൊടുക്കാം. അതിൻ്റെ വാട്സപ്പിൽ കയറുക കേട്ടോ. വാട്സപ്പ് കയറിയിട്ട് വേണം ജോയിൻ ചെയ്യാനായിട്ട്. ആ കോൺടാക്ട് നമ്പറൊക്കെ കൊടുക്കാം കേട്ടോ. അതേപോലെ ATS ഫ്രണ്ട്ലി ആയിട്ടുള്ള CV ഉണ്ടാക്കാനുള്ള കോൺടാക്ട് നമ്പർ ഞാൻ കൊടുക്കാം. അതുപോലെ നിങ്ങൾ ഇനിയിപ്പോൾ ഇവിടുന്ന് പോവാണ് 2 മാസത്തെ വിസിറ്റ് വിസയ്ക്ക് നമ്മളവിടെ ദുബായ്, ഷാർജ എവിടെ ആയിക്കോട്ടെ അവിടെ എത്തി നമ്മൾ പിറ്റേ ദിവസം മുതൽ നമ്മുടെ ജോബ് ഹണ്ടിങ് സ്റ്റാർട്ട് ചെയ്യാണ്. നമ്മൾ ഒരു സമയം പോലും വേസ്റ്റ് ചെയ്യാനില്ല. കാരണം നമ്മൾ ഓരോ സമയം വേസ്റ്റ് ചെയ്യുന്നതുകൊണ്ട് നമ്മളെ ചാൻസസ് പോവാണ്, വേറൊരാൾ അവിടെ കയറാണ്. അപ്പോൾ ഒരിക്കലും നമ്മളെ ടൈം വേസ്റ്റ് ചെയ്യാൻ പാടില്ല. ഡെയിലി നമ്മൾ പുറത്ത് ഭയങ്കര ചൂടായിരിക്കും. ഏപ്രിൽ, മെയ്, ജൂൺ, ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ എന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര ചൂടായിരിക്കും. ആ ചൂടത്ത് നമ്മൾ വിചാരിക്കുമ്പോൾ ആവില്ല എന്ന് വിചാരിക്കും, പക്ഷേ നമുക്ക് പറ്റും. നമ്മൾ ചിലവർക്ക് ഡിഗ്രി ഉണ്ടാവില്ല, ഡിഗ്രി ഇല്ലാത്തവർക്ക് അവിടെ ചാൻസ് ഉണ്ട്. ഞാനത് നിങ്ങൾക്ക് വേറൊരു വീഡിയോ ആയിട്ട് ചെയ്തുതരാം. മെയിനായിട്ട് ഞാൻ ഫോക്കസ് ചെയ്യുന്നത് ടീച്ചിങ് വേക്കൻസിനെ പറ്റിയാണ്, അതെപ്പോഴും ഓർത്തിരിക്കാം. പിന്നെ മെഡിക്കൽ ഫീൽഡിൽ ഒരുപാട് വേക്കൻസി ഉണ്ട്. ആ ഗ്രൂപ്പിൽ നിങ്ങൾ കയറി നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും കേട്ടോ. അപ്പോൾ റീസെൻ്റ്ലി അവിടെ പോകാൻ ഉദ്ദേശിക്കുന്നവരോ അല്ലെങ്കിൽ ഇപ്പോൾ അവിടെ ഉള്ളവരോ ആണെങ്കിൽ നിങ്ങൾ എന്തായാലും നോക്കാം. ഈ വീഡിയോ യൂസ്ഫുൾ ആവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അങ്ങനെ നമ്മൾ 2 മന്ത് വിസിറ്റ് വിസയിൽ പോയി. അപ്പോൾ ചൂടാണ്, നമുക്ക് ജോബ് ഹണ്ടിങ് തുടങ്ങണം. അങ്ങനെ നമ്മൾ ഡയറക്റ്റ് പോവാണ് ചെയ്യേണ്ടത്. നമ്മൾ ഫസ്റ്റ് ഗൂഗിളിൽ സെർച്ച് ചെയ്തു, നിയർ ബൈ മീ എല്ലാ സ്കൂൾസിൻ്റെയും ഡീറ്റെയിൽസ് എടുത്തു. അപ്ലൈ ചെയ്യുക. അഡ്മിഷൻ ഉണ്ടാവും, വേക്കൻസി ഇതും ഉണ്ടാവും കേട്ടോ. അപ്പോൾ അഡ്മിഷൻ ഇത് മാറിപ്പോകരുത്. അപ്പം നമ്മൾ വേക്കൻസി എന്നുള്ള ആ ഒരു ഇതിൽ അല്ലെങ്കിൽ അവരുടെ സൈറ്റിൽ കയറിയിട്ട് നമ്മുടെ പേരും ഒക്കെ ടൈപ്പ് ചെയ്ത് കൊടുത്ത് എല്ലാം CV അടക്കം നമ്മൾ സെൻഡ് ചെയ്തു. എന്നിട്ട് നമ്മൾ ആ ലൊക്കേഷനിൽ പോയി സ്കൂളിൽ പോയിട്ട് നമ്മൾ CV കൊടുക്കുകയാണ് ചെയ്യുന്നത്. CV കൊടുത്ത് നമുക്ക് അവർ നമ്മളെ വിളിക്കുന്നവരെ നമ്മൾ വെയിറ്റ് ചെയ്യണം. എന്നാലും വിളിക്കാതിരിക്കില്ല. എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഒരുപാട് കോൾസ് വന്നിട്ടുണ്ടായിരുന്നു. നമുക്ക് എന്തായാലും അവിടെ ജോലി കിട്ടും എന്നുള്ള ഉറപ്പോട് കൂടി തന്നെ നമ്മൾ എല്ലാവരുടെയും CV കൊടുത്തു. അങ്ങനെ CV കൊടുത്തതിന് ശേഷം നമുക്ക് അവിടുന്ന് കോൾസ് വരികയാണ്. കോൾസ് വന്നു കഴിഞ്ഞാൽ നമ്മൾ നല്ല കോൺഫിഡൻറ്റോട് കൂടി അറ്റൻഡ് ചെയ്യുക. ചിലപ്പോൾ ആദ്യത്തത് അവർ എന്താ പറയുക, ഓൺലൈൻ ഇൻ്റർവ്യൂ ആയിരിക്കും ചെയ്യുക. എന്നെ ആദ്യം വിളിച്ചിരുന്നു, ഓൺലൈൻ ഇൻ്റർവ്യൂ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് ഡയറക്റ്റ് ഓഫ്ലൈൻ ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നത്. പിന്നെ ഡയറക്റ്റ് ഇൻ്റർവ്യൂ ഭയങ്കര കോൺഫിഡൻ്റ് ആയിട്ട് തന്നെ സംസാരിക്കാം. ഇംഗ്ലീഷ് അറിയില്ല എന്ന്, കമ്മ്യൂണിക്കേഷൻ മസ്റ്റാണ് അവിടെ. ഇംഗ്ലീഷ് നമുക്ക് അറിയില്ലെങ്കിൽ നമ്മൾ പഠിച്ച് വെക്കുക കുറച്ച് കാര്യങ്ങൾ, എന്നിട്ട് അത് നമ്മൾ പറയാം. പക്ഷേ അതിങ്ങനെ തപ്പിത്തടഞ്ഞ് പറയരുത്. ഫസ്റ്റത്തെ ഇൻ്റർവ്യൂ ഞാൻ അറ്റൻഡ് ചെയ്തത് അത്യാവശ്യം കുഴപ്പമില്ലാണ്ടായിരുന്നു. ഞാൻ പറഞ്ഞ കാര്യങ്ങൾ 2 മന്ത് വിസിറ്റ് എടുത്ത് നമ്മളവിടെ പോയാൽ ടൈം വേസ്റ്റ് ചെയ്തത് ഡയറക്റ്റ് CV കൊടുക്കുക. ഫസ്റ്റ് നമ്മൾ ഗൂഗിളിൽ ചെക്ക് ചെയ്യുക, അല്ലെങ്കിൽ ഇൻഡീഡ് ആപ്പിൽ ചെക്ക് ചെയ്യുക, അല്ലെങ്കിൽ ഞാൻ കൊടുക്കുന്ന ഗ്രൂപ്പിൽ ചെക്ക് ചെയ്യുക. എന്നിട്ട് അവിടേക്ക് CV അപ്ലൈ ചെയ്തതിന് ശേഷം നിങ്ങൾ ഡയറക്റ്റ് ഒരു CVയുടെ കോപ്പി കൊണ്ട് പോവുക. CV ഡയറക്റ്റ് കൊടുക്കുക. നമുക്ക് കോൾസ് വരും, ഉറപ്പാണ്. പിന്നെ CV എപ്പോഴും ATS ഫ്രണ്ട്ലി ആണെന്ന് ശ്രദ്ധിക്കണം. എപ്പോഴും ATS ഫ്രണ്ട്ലി ആയിട്ടുള്ള CV മാത്രം യൂസ് ചെയ്യാൻ നോക്കുക. ഇതാണ് മെയിൻ ആയിട്ടുള്ള കാര്യം എനിക്ക് പറയാനുള്ളത്. പിന്നെ Instagram വഴി നമുക്ക് ജോലി കിട്ടും. അതായത് Instagramൽ നമ്മൾ കുറച്ച് പേരെ ഫോളോ ചെയ്യുക, ഈ സ്കൂളുമായി ബന്ധപ്പെട്ടില്ല, അല്ലെങ്കിൽ ഇപ്പോൾ ടൈനി ടോസ് നഴ്സറി എന്ന് കണ്ടിട്ട് നമ്മൾ അവരെ ഫോളോ ചെയ്യുക. അപ്പോൾ അവരെ ഫോളോ ചെയ്തതിന് ശേഷം നമുക്ക് അവരുമായിട്ട് കോൺടാക്ട് ചെയ്യാം. ഇപ്പോൾ ലിറ്റിൽ ലാംബ് നഴ്സറി എന്ന് കണ്ടു, അവിടെ നമ്മൾ കോൺടാക്ട് ചെയ്യാൻ ശ്രമിക്കാം. നമ്മൾ ജസ്റ്റ് ഒന്ന് മെസ്സേജ് അയച്ചാൽ അവർ നമ്മൾ കോൺടാക്ട് ചെയ്യും. നമുക്ക് വേക്കൻസി അവൈലബിൾ ആണോ അല്ലയോ എന്ന് പറഞ്ഞുതരും. അവൈലബിൾ ആണെങ്കിൽ നമ്മൾ പെട്ടെന്ന് തന്നെ ചെല്ലുക, ഡയറക്റ്റ് CV കൊണ്ട് കൊടുക്കുക. എല്ലാം ഡയറക്റ്റ് ആയിരിക്കണം. ഞാൻ എപ്പോഴും മെൻഷൻ ചെയ്യുന്ന കാര്യം ഡയറക്റ്റ് പോവാങ്ങൾ എന്നാണ് എൻ്റെ ഒരു അഭിപ്രായത്തിൽ ജോലി കിട്ടാൻ കൂടുതൽ ചാൻസ് ഉള്ളത്. അപ്പോൾ ATS ഫ്രണ്ട്ലി ആയിരിക്കണം, ഡയറക്റ്റ് പോകണം. ചൂടാന്ന് വിചാരിച്ച് ഇങ്ങനെ വീട്ടിലിരിക്കാൻ പാടില്ല, മുമ്പിലിരിക്കാൻ പാടില്ല. നമുക്ക് ആരും കൊണ്ട് തരില്ല, നമ്മൾ തന്നെ ഉണ്ടാക്കണം. അപ്പം നമ്മൾ അങ്ങനെ അത് ചെയ്യാം. പിന്നെ വിസ, നിങ്ങളുടെ ഓൺ വിസ ആണെങ്കിൽ കൂടുതൽ ചാൻസ് ആണ് ഉണ്ടാവുക നിങ്ങൾക്ക് ജോലി കിട്ടാൻ. ഓക്കെ, അവിടുത്തെ വിസിറ്റ് വിസ ആകുമ്പോൾ കുറച്ച് ചാൻസ് കുറവാണ്. എന്നാലും നിങ്ങൾക്ക് എന്തായാലും ജോലി കിട്ടാണ്ടിരിക്കൊന്നുമില്ല. വിസിറ്റ് വിസ ആണെങ്കിൽ കിട്ടും, പക്ഷെ കൂടുതൽ ചാൻസ് ഓൺ വിസയ്ക്കാണ്. അപ്പോൾ നിങ്ങൾ നോക്കിയിട്ട് ചെയ്യാം. നമ്മളുടെ കയ്യിൽ അത്രയും പൈസ ഇല്ലെങ്കിൽ നമുക്ക് ഓൺ വിസ എടുക്കാൻ കുറച്ച് പാടായിരിക്കും. പിന്നെ ഹസ്ബൻഡിൻ്റെ കൂടെയൊക്കെ ആണെങ്കിൽ ഹസ്ബൻഡ് വിസ എടുക്കാൻ നോക്കുക. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ജോബ് ചാൻസ് കൂടുതലായിരിക്കും ഉണ്ടാവുക. അപ്പോൾ വിസയുടെ കാര്യം കഴിഞ്ഞു. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കുക, ഡിഗ്രി വേണോ അവിടെ ജോലി ചെയ്യാൻ, ഡിഗ്രി ഇല്ലാണ്ട് വേറെ എന്തെങ്കിലും ജോലി കിട്ടുമോ, അങ്ങനത്തെ എന്തെങ്കിലും ഡൗട്ട് നിങ്ങൾ എന്നോട് ചോദിച്ചോളൂ, ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഇത്രയാണ് മെയിൻ ആയിട്ടുള്ള ചില കാര്യങ്ങൾ. ടൈം വേസ്റ്റ് ചെയ്യാണ്ട് തന്നെ CV കൊടുക്കാൻ നോക്കുക. ATS ഫ്രണ്ട്ലി ആയിട്ടുള്ള CV എടുക്കുള്ളൂ. അപ്പോൾ അത് അങ്ങനെ ചെയ്യണം. അതേപോലെ ഞാൻ പറഞ്ഞ 3 സൈറ്റിൽ, അതായത് വാട്സപ്പ് ഗ്രൂപ്പിൽ, ഇൻഡീഡിൽ, ഇൻസ്റ്റഗ്രാമിൽ, ഇതിലൊക്കെ നിങ്ങൾ ചെന്ന് നോക്കുക, സെർച്ച് ചെയ്ത് നോക്കുക, അപ്ലൈ ചെയ്യുക, ഡയറക്റ്റ് പോവുക. വേക്കൻസി എവിടെയാണോ നിങ്ങൾ കാണുന്നത് അവിടെയൊക്കെ ഡയറക്റ്റ് പോവുക. ഇനി കണ്ടില്ല, നമ്മളിങ്ങനെ പോകുന്ന വഴിക്കൊരു ബോർഡ് കണ്ടു സ്കൂളിൻ്റെ, അവിടെ ചെന്ന് ജസ്റ്റ് കൊടുക്കുക. നിങ്ങൾ ചിലപ്പോൾ ഡയറക്റ്റ് അവിടെ നിന്ന്, എനിക്ക് എൻ്റെ ഒരു അനുഭവത്തിൽ ഡയറക്റ്റ് കൊടുത്ത CV ഒക്കെ അവർ കോൾ വന്നിട്ടുണ്ട് എനിക്ക്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ അങ്ങനെ ചെയ്യാം. യുദ്ധം കഴിഞ്ഞു അല്ലെങ്കിൽ യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണ്, അതുകൊണ്ട് എനിക്ക് അവിടെ ജോബ് കിട്ടില്ല എന്ന് വിചാരിച്ച് നിൽക്കരുത്.
എന്തായാലും വേക്കൻസി ഉണ്ട്. വേക്കൻസി മെഡിക്കൽ ഫീൽഡിലും സ്കൂൾ ഫീൽഡിലും ഉള്ളവർക്ക് നല്ല വേക്കൻസിയാണ് അവിടെ ഇപ്പോൾ ഉള്ളത്. അപ്പോൾ നിങ്ങൾ എന്തായാലും പോയിട്ട് ജോലി കണ്ടുപിടിച്ച് എടുക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ. ബൈ.